ഹലോ നമസ്കാരം കൂട്ടുകാരെ. റെയിൽവേ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റിന്റെ കാര്യങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. ഈ റെയിൽവേ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് ഇന്ന് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഔട്ടായി. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞോട്ടെ, ഇതിൻ്റെ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുന്നത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇത് 23-ാം തീയതി, ഈ മാസം 23-ാം തീയതി എന്ന് പറഞ്ഞാൽ മറ്റന്നാൾ തൊട്ടേ ഇത് സ്റ്റാർട്ടാകത്തുള്ളൂ. പക്ഷേ ഇതിനെപ്പറ്റി അപേക്ഷിക്കുവാൻ നമുക്ക് നല്ല സമയമുണ്ട്, ഫെബ്രുവരി വരെ ഇതിൻ്റെ സമയമുണ്ട്. പക്ഷേ അതിനുള്ളിൽ നിങ്ങൾക്ക് ഇതിൻ്റെ എക്സാം എങ്ങനെയാണ്, ഇതിൻ്റെ CVT എങ്ങനെയാണ്, അല്ലെങ്കിൽ ഇതിൻ്റെ മറ്റുള്ള സെലക്ഷൻ പ്രോസസ്സ് എന്നാണ് എന്നുള്ള എല്ലാ കാര്യങ്ങളെയും നിങ്ങളെ അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അല്ലാതെ ഇപ്പോൾ ഉടൻ തന്നെ അപ്ലൈ ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. 23-ാം തീയതി, അതായത് വ്യാഴാഴ്ച, നാളെ ബുധൻ, മറ്റന്നാൾ വ്യാഴാഴ്ച ഇതിൻ്റെ തുടങ്ങും. അപ്പം ആ ഒരു കാര്യം നിങ്ങളെ അറിയിക്കുകയാണ്. ഞാൻ 2 ദിവസം മുന്നേ ഈ നോട്ടിഫിക്കേഷൻ വന്ന ഉടൻ തന്നെ ഈ കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കുകയാണ്. റെയിൽവേ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് ആണ്. ഒരുപാട് പേരും ഒരുപാട് നാളായിട്ട് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നോട്ടിഫിക്കേഷനാണ് ഇപ്പോൾ ഔട്ടായിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരുപക്ഷെ സംശയം കാണും, ഇത് ഫേക്കാണ്. ചില വിവരമില്ലാത്തവർ ഈ വീഡിയോ കണ്ടിട്ട് താഴെ വന്ന് ഫേക്കാ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഒരു സംശയം മാറാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം അതിൻ്റെ നോട്ടിഫിക്കേഷൻ കാണിക്കാം. നോട്ടിഫിക്കേഷൻ ഇന്നാണ് നോട്ടിഫിക്കേഷൻ വന്നത്. നോട്ടിഫിക്കേഷൻ ഞാൻ കാണിക്കാം. ഇതാണ് നോട്ടിഫിക്കേഷൻ. ഇത് ഞാൻ ഗൂഗിളിൽ വേറെങ്ങുമല്ല കാണിക്കുന്നത്, ഗൂഗിളിലാണ് ഇത് വന്നിരിക്കുന്നത്. ഗൂഗിളിൽ നിങ്ങൾ നോക്ക്, RRB ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 2025 ഔട്ട്, 32,000 for 38 വേക്കൻസീസ് നോട്ടിഫൈഡ്. അപ്ലൈ ഓൺലൈൻ അറ്റ് rrbapply.gov.in. ഇത് നിങ്ങൾ RRBA apply.gov.in നിങ്ങൾ നോക്കിയാൽ ഇത് നിങ്ങൾക്ക് കിട്ടും. ഗൂഗിളിൽ പോയി നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെയും താഴെ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇത് അവിടെ കാണാൻ പറ്റും. RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ 2025. ഇവിടെ വീണ്ടും പറയുന്നുണ്ട്, RRB ഗ്രൂപ്പ് ഡി നോട്ടിഫിക്കേഷൻ 2025. ദ റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് RRB ഹാസ് റിലീസ്ഡ് ദ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഓഫ് ഗ്രൂപ്പ് ഡി എഗൈൻസ്റ്റ് CN നമ്പർ 8 2024. A total of 32,000 for 38 vacancies are announced by the railway. Candidate can apply online tomorrow. ഇതിൽ പറയുന്ന tomorrow എന്ന ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, on January 23. And the last date for application is February 22. ഒരു മാസത്തെ സമയമുണ്ട്. January 23, അതായത് മറ്റന്നാൾ തുടങ്ങിയാൽ February 22-നാണ് ഇത് തീരുന്നത്. അപ്പം ഈ ഒരു കാര്യം നിങ്ങളെ ഞാൻ മുന്നേ പറഞ്ഞിരിക്കുക, നിങ്ങൾ ഒരു തരത്തിലും ഇത് കാണല്ലേ. ഇത് ഗൂഗിളിൽ റെയിൽവേയുടെ ആ ഒരു നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ റെയിൽവേയുടെ ഒരു പബ്ലിഷ് ചെയ്ത കാര്യമാണിത്. അതാണ് ഞാൻ നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമുക്ക് വീണ്ടും ആ ഒരു എന്തെല്ലാം കാര്യങ്ങളാണ് ഇതിൽ എന്നുള്ള ആ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. അപ്പം ടോട്ടൽ പോസ്റ്റ് എന്ന് പറയുന്നത് 32,438. ഗുഡ് ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് പറയുവാനായിട്ട് ക്വാളിഫിക്കേഷൻ 10th പാസ് മാത്രം മതി. അതായത് ക്വാളിഫിക്കേഷൻ 10th പാസ് മാത്രം മതി. മുന്നേ നോട്ടിഫിക്കേഷൻ വന്ന് 10th പ്ലസ് 10th പാസ് പ്ലസ് ITA ആയിരുന്നു. അത് മാറി 10th പാസ് മാത്രം മതി. ഇപ്പോൾ ആൾ ഇന്ത്യ ജോബാണ്. മെയിലിനും ഫീമെയിലിനും അപ്ലൈ ചെയ്യാം. സാലറി 75,000 സാലറി ഇതിനകത്ത് കിട്ടും. റെയിൽവേയുടെ ഈയുടെ സാലറി ഇൻക്രീസ് ആയി, അതായത് അതിൻ്റെ സാലറി സ്കീം ഇൻക്രീസ് ആയി. ഗുഡ് ഓപ്പർച്യൂണിറ്റിയാണ് ഇത്, നിങ്ങൾ മിസ് ചെയ്യല്. അപ്ലൈ സ്റ്റാർട്ട് ഓൺ 23 January. നിങ്ങളെ ഞാൻ നോട്ടിഫിക്കേഷൻ കാണിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ ഇത് പറഞ്ഞ് ടോട്ടൽ പോസ്റ്റിന്റെ കാര്യം പറഞ്ഞ് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് ഗൂഗിളിൽ പോയി നിങ്ങൾക്ക് കാണാം. പക്ഷെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുവാനുള്ള ലിങ്ക് 23 മറ്റന്നാൾ ഞാൻ വീണ്ടും വീഡിയോ ഇടും. അപ്പോഴത്തേക്ക് നിങ്ങൾക്ക് അതിനകത്ത് ലിങ്ക് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ഒരു റിക്വസ്റ്റ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യമായി എൻ്റെ ഈ ചാനൽ നിങ്ങൾ കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇതിൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. എങ്ങനെയാണ് ഇതിൻ്റെ പരീക്ഷ,
അല്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ അപ്ലൈ ചെയ്യും, ഓൺലൈൻ അപ്ലൈ ആണ്, അത് എങ്ങനെ ചെയ്യണം എന്നുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളെ ഞാൻ വേറൊരു, അതായത് എന്ന് തുടങ്ങി എന്ന് തീരും മറ്റുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ആ ഒരു ടേബിളിലേക്ക് പോയി അത് നോക്കുമ്പോൾ ഒന്നുകൂടെ നിങ്ങൾക്ക് ക്ലിയർ ആകും. അപ്പൊ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആ ടേബിളിൽ നോക്കി കൂടുതൽ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. റിക്രൂട്ട്മെന്റ് ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് ആണ്. ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് 2025 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഇതിന്റെ അനൗൺസ് ചെയ്തിരിക്കുന്നത്. വേക്കൻസി റെയിൽവേ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് 2025 റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡാണ് ഇതിന്റെ റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്, RRB. ഇനി ഇതിനകത്തുള്ള പോസ്റ്റ് ഒന്ന് നോക്കി, എന്തുമാത്രം പോസ്റ്റാണ് ഇതിനകത്തുള്ളത്. നിങ്ങൾക്ക് ഇതിൽ അപേക്ഷിച്ചില്ലെന്ന് പറഞ്ഞാൽ, ഇതിൽ അപേക്ഷിക്കാതെ ഏതെങ്കിലും കാര്യത്തിൽ ഇതിൽ നിങ്ങൾ അപേക്ഷിക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾ മണ്ടന്മാരെന്ന് എനിക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം ഇത്രയും ഒരു ഓപ്പർച്യൂണിറ്റി എപ്പോഴും നമുക്ക് കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതിന് നിങ്ങൾ അപേക്ഷിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ മണ്ടന്മാരായിരിക്കും എന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം പോയിന്റ്സ്മാൻ, അസിസ്റ്റന്റ് ട്രാക്ക് മെഷീൻ, അസിസ്റ്റന്റ് ബ്രിഡ്ജ്, ട്രാക്ക് മെഷീനർ GR4, അസിസ്റ്റന്റ് PWay, അസിസ്റ്റന്റ് C&W, അസിസ്റ്റന്റ് 3RD, അസിസ്റ്റന്റ് S&T, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഡീസൽ, അസിസ്റ്റന്റ് ലോക്കോ ഷെഡ് ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് ഓപ്പറേഷൻ ഇലക്ട്രിക്കൽ, അസിസ്റ്റന്റ് TL&AC, അസിസ്റ്റന്റ് വർക്ക്ഷോപ്പ് മെക്കാനിക്. ഇത്രയും പോസ്റ്റുകളുണ്ട്. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13 ഈ പോസ്റ്റുകളിൽ എങ്ങനെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? ഈ പോസ്റ്റുകളിലെല്ലാം നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു പോസ്റ്റേ പറ്റത്തുള്ളൂ. പക്ഷെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇതിനകത്ത് നിങ്ങൾക്ക് പറ്റിയ ചോയ്സ് ഉണ്ട്. പക്ഷേ എല്ലാ പോസ്റ്റിനും 10ാം ക്ലാസ് മാത്രം നിങ്ങൾ പാസ്സായാൽ മതി. വേക്കൻസീസ് 32,438 ആണ്. ആപ്ലിക്കേഷൻ ഓൺലൈനാണ്. ഓൺലൈൻ മറ്റന്നാൾ തൊട്ട് തുടങ്ങും. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ 10th പാസ്. നിങ്ങൾ ആ നോട്ടിഫിക്കേഷനിൽ നോക്കണം, അതിനകത്ത് 10th പാസ് എഴുതിയിട്ടുണ്ട്. ഏജ് ലിമിറ്റ് 18 തൊട്ട് 33 വയസ്സ് വരെയുള്ളവർക്ക് ഇതിനകത്ത് അപേക്ഷിക്കാം. അതും ഒരു നല്ല ഓപ്പർച്യൂണിറ്റിയാണ്. മിക്കപ്പോഴും 28-30 വയസ്സ് വരെയൊക്കെ റെയിൽവേയിൽ നിൽക്കുന്നതാണ്. പക്ഷേ ഈ പ്രാവശ്യം ഏജ് ലിമിറ്റ് 18 തൊട്ട് 33 വർഷം വരെ. സെലക്ഷൻ പ്രോസസ് CBT, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആൻഡ് ഫിസിക്കൽ ടെസ്റ്റ്, ഇത് രണ്ടും ഉണ്ടായിരിക്കും. ഇതിനകത്ത് മെയിലിനും ഫീമെയിലിനും 2 കൂട്ടർക്കും അപേക്ഷിക്കാം. ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എലിജിബിലിറ്റി എന്തൊക്കെയായിരിക്കാം? എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് പാസ്ഡ് ക്ലാസ് 10 or have a national apprenticeship certificate NAC granted by NCBT. ഇത് രണ്ടിലേതെങ്കിലും ഒന്നെങ്കിൽ 10ാം ക്ലാസ്സിൽ ജയിച്ചിരിക്കണം, അല്ലെങ്കിൽ അപ്രന്റീസ്ഷിപ്പ് സർട്ടിഫിക്കറ്റ് വേണം. ഏജ് ലിമിറ്റ്, കാൻഡിഡേറ്റ് മസ്റ്റ് ബി between 18 to 33 years old as of the date specified in the notification. നിങ്ങൾ നോട്ടിഫിക്കേഷൻ നോക്കണം. ഏജ് റിലാക്സേഷൻ ഈസ് പ്രൊവൈഡഡ് ഫോർ ദ ഫോളോയിങ് കാറ്റഗറീസ് ഉണ്ട്. നമ്മുടെ SC ST OBC ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഏജ് OBC മുതലായവർക്കുള്ള ഏജ് റിലാക്സേഷൻ ഉണ്ട്. അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. ആപ്ലിക്കേഷൻ ഇനി റെയിൽവേ ഗ്രൂപ്പ് ഡി റിക്രൂട്ട്മെന്റ് 2025 ആപ്ലിക്കേഷൻ ഫീസ്, കാറ്റഗറി ഫീ, ജനറൽ OBC 500 രൂപ, SC ST PWD വുമൺ, എക്സ് സർവീസ്മാൻ, മൈനോറിറ്റീസ്, EBC ഇങ്ങനെയുള്ളവർക്കെല്ലാം, അതായത് ജനറൽ OBC ഒഴിച്ച് ബാക്കിയുള്ളവർക്കെല്ലാം 250, ജനറൽ OBCക്ക് 500 രൂപയും നിങ്ങൾ കൊടുക്കേണ്ടതായിട്ട് വരും. സെലക്ഷൻ പ്രോസസ്, കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, CBT ടെസ്റ്റ് ഉണ്ടായിരിക്കും. 100 ക്വസ്റ്റ്യൻ ആയിരിക്കും അതിനകത്ത് വരുന്നത്. അത് ഏതൊക്കെ സബ്ജക്റ്റ് ആണെന്ന് ചോദിച്ചാൽ മാത്തമാറ്റിക്സ്, ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്, ജനറൽ സയൻസ്, ജനറൽ അവയർനെസ് ആൻഡ് കറണ്ട് അഫയേഴ്സ്. ഇതിനെപ്പറ്റിയൊക്കെയാണ് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യണം. അവിടെ നിങ്ങൾക്ക് ഇതിനെയൊക്കെ പറ്റിയൊക്കെ പഠിക്കാൻ പറ്റും. നിങ്ങൾ യൂട്യൂബിൽ പോയി പലരുടെയും വീഡിയോ ഉണ്ട്, മലയാളത്തിൽ തന്നെ വീഡിയോ ഉണ്ട്. യൂട്യൂബിൽ പോയി നോക്കിയാൽ മതി.
എങ്ങനെ CBT എങ്ങനെ നിങ്ങൾ ഈ CBT എങ്ങനെയാണ് തയ്യാറെടുക്കുന്നത്, അല്ലെങ്കിൽ CBT എന്നാൽ എന്താണ്, അല്ലെങ്കിൽ ജനറൽ അവയർനെസ്സിനെ പറ്റി നിങ്ങൾ ഇത് ഗൂഗിളിൽ പോയി നോക്കിയാൽ മതി, നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും പിടികിട്ടും. അപ്പം നിങ്ങൾ അപേക്ഷിക്കുന്നതിന് മുന്നേ അപേക്ഷിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതിനു വേണ്ടി തയ്യാറെടുപ്പ് എടുക്കുക. ഇന്ത്യൻ റെയിൽവേയിൽ ഇങ്ങനെ ഒരു ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ വളരെ ഒരു ലക്കായിരിക്കും. അതും ഇത്രയും ഒരു നല്ല ഓപ്പർച്യൂണിറ്റി നമുക്കിനി കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതിൻ്റെ ഡ്യൂറേഷൻ, ഈ പരീക്ഷയുടെ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 90 മിനിറ്റ് ആണ്. നെഗറ്റീവ് മാർക്കിംഗ് 0.25 മാർക്ക് ഫോർ ഈച്ച് റോങ് ആൻസർ. അതായത് എന്നാ പറയുന്നത്, കാ മാർക്ക് നിങ്ങൾ നെഗറ്റീവ് ആൻസർ, റോങ് ആൻസറിന് നെഗറ്റീവായിട്ട് മാർക്ക് ചെയ്യും. ഇനി ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് എന്ന് പറയുന്ന PET, ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ്, മെയിൽ lift and carry 35 kg for 100 meters in 2 minutes. Male lift and carry 35 kg for 100 meters in 2 minutes. Then 1000 meters in 4 minutes and 15 seconds. ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം. PET എന്തൊക്കെയാണ് വരുന്നതെന്ന് നിങ്ങൾ നോക്കണം. ഫീമെയിൽ ലിഫ്റ്റ് ആൻഡ് കാരി 20 kg for 100 meters in 2 minutes. Run 1000 meters in 5 minutes and 40 seconds. നിങ്ങളിത് ശ്രദ്ധിച്ചോണം. ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിലാണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വെരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെന്റ്സ് ബേസ്ഡ് ഓൺ CBT ആൻഡ് PET പെർഫോമൻസ്. അതായത് നിങ്ങളുടെ CBTയും ആൻഡ് ഫിസിക്കൽ ടെസ്റ്റും കഴിഞ്ഞാൽ പിന്നെ ഡോക്യുമെന്റ്സ് വെരിഫിക്കേഷൻ ആയിരിക്കും. അത് കഴിഞ്ഞാൽ മെഡിക്കൽ എക്സാമിനേഷനോടെ മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ആസ് പെർ ദ പ്രിസ്ക്രൈബ്ഡ് സ്റ്റാൻഡേർഡ്, അവരുടെ റെയിൽവേയുടെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് മെഡിക്കൽ ഫിറ്റ്നസ് ടെസ്റ്റ് ഉണ്ടായിരിക്കും. Salary, initial pay rupees 18,000 per month. In hand salary 22,500 to 25,380 per month, including various allowances such as dinners allowance, house rent allowance, etc. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്കൊണ്ട് അവിടെ മറ്റേ അവരുടെ നോട്ടിഫിക്കേഷനിൽ 75,000 പറയുന്നത്. അതപ്പോൾ നിങ്ങളത് ശ്രദ്ധിച്ചോണം. ഇനി നിങ്ങളുടെ ഡോക്യുമെന്റ്സ്, ഇമ്പോർട്ടൻറ്റ് ഡോക്യുമെന്റ്സ് എന്തൊക്കെ വേണം, ഇതും മറ്റുള്ള ഇതിനെ അപേക്ഷിച്ച് ഇതിനകത്ത് നിങ്ങൾക്ക് ഡോക്യുമെന്റ്സ് ഇച്ചിരി കൂടുതൽ അറേഞ്ച് ചെയ്യേണ്ടതുണ്ട്. പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ആധാർ കാർഡ്, മൊബൈൽ നമ്പർ, ഇമെയിൽ ID, എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇൻ കേസ് ഓഫ് PWBD, ഇൻകം സർട്ടിഫിക്കറ്റ് ഫോർ EWS, എക്കണോമിക്കൽ വീക്കർ സെക്ഷൻ കാൻഡിഡേറ്റ്, സെൽഫ് സർട്ടിഫിക്കറ്റ് പ്രൂഫിന് വേണ്ടി ഏജ് പ്രൂഫ് 10th മാർക്ക് ഷീറ്റ് വിത്ത് ഏജ് പ്രൂഫ് ഓർ വിത്ത് സർട്ടിഫിക്കറ്റ്. നിങ്ങൾ 10th മാർക്ക് നിങ്ങളുടെ ഏജ് പ്രൂഫിന് വേണ്ടി 10th മാർക്ക് ഷീറ്റ് സമർപ്പിക്കുക, അല്ലെങ്കിൽ ബർത്ത് സർട്ടിഫിക്കറ്റ്. NOC ഫോർ കറണ്ട് എംപ്ലോയർ, നിങ്ങൾ ഇപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ നിന്ന് നിങ്ങൾ NOC വാങ്ങിക്കേണ്ടതായിട്ടുണ്ട് ഇത് അപ്ലൈ ചെയ്യുമ്പോൾ. ഇനി റെയിൽവേ ഗ്രൂപ്പ് D ഭർത്തി 2025 ഓൺലൈൻ ആപ്ലിക്കേഷൻ പ്രോസസ്. There is a step guide to help you complete the online application process for the railway group D ഭർത്തി, D റിക്രൂട്ട്മെന്റ് 2024. ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്ട്രേഷൻ ആണ്. വിച്ച് ഇസ് ദ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഗോ ടു ദ RRC official website Indian Railways or directly access the RRC portal for your respective zone. Second, new registration. Click on the new registration link. നിങ്ങൾ അവിടെ ഒരു ന്യൂ രജിസ്ട്രേഷൻ്റെ ലിങ്ക് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ നിങ്ങൾ ആ ലിങ്കിൽ ചെയ്യുമ്പോൾ മനസ്സിലാവും. നിങ്ങൾ അതിനെപ്പറ്റി ഞാൻ ഇനിയിപ്പം വേക്കൻസി വന്ന ഉടൻ, അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ്റെ ഇത് മറ്റന്നാൾ ഇതിൻ്റെ തുടങ്ങിയ ഉടൻ, അപ്ലൈ തുടങ്ങിയ ഉടൻ ഞാൻ അതിൻ്റെ ലിങ്കുമായിട്ട് പുതിയൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പം നിങ്ങളോടെല്ലാം ഒരിക്കൽ കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങൾ എൻ്റെ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇത് കണക്കുള്ള ആ ഒരു നോട്ടിഫിക്കേഷൻ അതാത് സമയങ്ങളിൽ നിങ്ങളിൽ വന്നെത്തും. ഇനി മെയിനായിട്ടൊരു കാര്യമുള്ളത് ആപ്ലിക്കേഷൻ ഫീസ്, പേയ്മെൻറ്റ് ഓപ്ഷൻ. പേ ദ ആപ്ലിക്കേഷൻ ഫീ ത്രൂ ഓൺലൈൻ മോഡ്സ്, ക്രെഡിറ്റ്, ഡെബിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിങ് ഓർ ഓഫ്ലൈൻ ബൈ SBI ചെല്ലാൻ ഓർ പോസ്റ്റ് ഓഫീസ് ചെല്ലാൻ. നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇതിൽ പറയുന്ന ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് അത് കണക്ക് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക.
ഓട്ടവും ഇത് വെയിറ്റ് എടുത്തുകൊണ്ടുള്ള റണ്ണിങ് ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം. അതുകൂടാതെ CVT ടെസ്റ്റിനെ പറ്റി നിങ്ങൾ ഇതിൻ്റെ CVT കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിനെ പറ്റി നിങ്ങൾ പലരുടെ മലയാളം വീഡിയോകളുണ്ട് യൂട്യൂബിൽ. അതുകൂടാതെ നിങ്ങൾ ഗൂഗിളിൽ കയറി സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങൾ ഇതൊക്കെ പഠിച്ചിട്ട് അല്ലെങ്കിൽ അതിനെപ്പറ്റി നിങ്ങൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുക. കാര്യം വേക്കൻസി ഒരുപാടുണ്ട്. ബെസ്റ്റ് ഓഫ് ലക്ക് ആൾ ഓഫ് യു.